ഹായ് ഡിയേഴ്സ്. അപ്പോളേ ഇന്നൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വരാമെന്ന് വിചാരിച്ചു കേട്ടോ. എന്താണെന്നല്ലേ, നമ്മുടെ വാഴത്തട അതുപോലെ തന്നെ വാഴവിത്തിൻ്റെ ഉപ്പേരിയാണ് കേട്ടോ ഇന്ന്. എനിക്ക് ആരെങ്കിലും വെച്ചിട്ടുണ്ടോയെന്ന് അറിയത്തില്ല യൂട്യൂബിൽ. ഞാൻ നോക്കിയപ്പോൾ മുഴുവൻ മറ്റേ നമ്മുടെ കാമ്പുപ്പേരി ഇല്ലേ, ഉണ്ണിപ്പിണ്ടി ഉപ്പേരി ഇല്ലേ, അതാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ആരും വെച്ചിട്ടില്ലെങ്കിൽ ആദ്യമായിട്ട് ചിലപ്പോൾ ഞാൻ തന്നെയായിരിക്കും ഇത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത്. എനിക്കറിയത്തില്ല, ഞാൻ നോക്കിയപ്പോൾ അങ്ങനെയാണ് കണ്ടത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് ചെയ്തു പോകാം. ആദ്യം ഇത് പണി എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മണ്ണിൻ്റെ അടിയിൽ നിന്ന് കിളച്ച് പറിക്കണം. അപ്പം വാഴക്കൊല വെട്ടി ഒരു ഏത്തവാഴയുടെ കേട്ടോ നമ്മളെടുത്ത്. ഏത് വാഴയുടെ പറ്റുമെന്ന് തോന്നുന്നു, നമ്മൾ ഏത്തവാഴയാണ് എടുത്തത്. കൊല വെട്ടിയതിൻ്റെ ഈ ബാക്കി നിപ്പുണ്ടായിരുന്നു. അപ്പോൾ നല്ല പണിപ്പെട്ടിട്ടാണ് അത് മണ്ണിൻ്റെ അടിയിൽ നിന്ന് വലിച്ച് കരക്കി കയറ്റിയത് കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ നല്ല തൂമ്പയൊക്കെ എടുത്ത് കിളച്ച് നല്ല രീതിയിൽ കഷ്ടപ്പെട്ടിട്ടാണ് ഈ വീഡിയോ ഇറക്കിയത്. അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരുപാട് ഗുണങ്ങളുണ്ട്. നമുക്കറിയാമല്ലോ, ഫൈബറിൻ്റെ കലവറയാണ് നമ്മുടെ വാഴപ്പിണ്ടി. അപ്പോൾ അതിൻ്റെ അത്രയും തന്നെ ഉണ്ട്, അല്ലെങ്കിൽ അതിനേക്കാൾ ഒരുപടി മുകളിലാണ് നമ്മുടെ വാഴയുടെ വിത്തിനുള്ള ഗുണങ്ങൾ. അപ്പം എല്ലാവരും ഇത് കറി വെക്കും എന്നൊക്കെ തോന്നുന്നു. കാരണം ഞങ്ങളുടെ അടുത്തൊരു അമ്മമ്മയാണ് ഇങ്ങനെ പറഞ്ഞത്, ഇങ്ങനെ അവർ പഴയ കാലത്ത് അവരൊക്കെ ഇത് കുക്ക് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ നമ്മളൊക്കെ എന്തായാലും അവർ കഴിച്ചിട്ടുള്ളതല്ലേ, അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതി ഞാനും അമ്മയും കൂടെ പണിപ്പെട്ട് ഇത് പറിച്ച് പിന്നെ നന്നായിട്ട് കഴുകണം കേട്ടോ. ഞാനിങ്ങനെ വെറുതെ ഇങ്ങനെ അതിൻ്റെ ടേസ്റ്റ് നോക്കിയപ്പോൾ നന്നായിട്ട് കല്ല് കടിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് അമ്മ പറഞ്ഞത് നല്ല വൃത്തിക്ക് ഇത് ചെത്തി കഴുകണം. അതായത് നമ്മുടെ ചേനയൊക്കെ ചെത്തത്തില്ലേ, അതുപോലെ നല്ല ഇച്ചിരി കട്ടിക്ക് തന്നെ ചെത്തി കളയണം. അതിന് ശേഷം ഒരു കറുത്ത കേടൊക്കെ ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ, അതൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ആക്കിയിട്ട് വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഗുണങ്ങളിലോട്ട് വരാം. ഒരുപാട് ഗുണങ്ങളുണ്ട്. അതായത് ഫൈബർ ഉണ്ട്, വിറ്റമിൻസ് ഉണ്ട്, മിനറൽസ് ഉണ്ട്. നമ്മുടെ ശരീരത്തിന് വേണ്ട തടി കുറയ്ക്കാനും അല്ലെങ്കിൽ എല്ലാത്തിനും, കൊളസ്ട്രോളിനാണെങ്കിലും ഒക്കെ ഒരുപാട് നല്ലതാണ്. വാഴപ്പിണ്ടി ജ്യൂസ്, വാഴപ്പിണ്ടി ഉപ്പിലിട്ടത് എല്ലാം നമ്മളിപ്പം മാർക്കറ്റിൽ തന്നെ ഉണ്ട്. നമ്മൾക്കിപ്പോൾ കടയിൽ പോകുമ്പോൾ തന്നെ കിട്ടും ഈ വാഴപ്പിണ്ടി അച്ചാർ, വാഴപ്പിണ്ടി ഉപ്പിലിട്ടതൊക്കെ മേടിക്കാൻ കിട്ടും. അപ്പം അതിൻ്റെ ഒക്കെ സെയിം ഗുണങ്ങളാണ് ഈ വാഴവിത്തിൽ. എനിക്ക് തോന്നുന്നു ഒരു പിടി കൂടുതലാണെങ്കിലേ ഉള്ളൂ എന്ന് തോന്നുന്നു വാഴവിത്തിൽ. അപ്പോൾ നമ്മളിങ്ങനെ നല്ല വൃത്തിക്ക് നമ്മൾ ആ കുഞ്ഞു വിത്തുകളെല്ലാം കിട്ടിയില്ലേ, അതെല്ലാം കൂടെ വലുത് മാറ്റി വെച്ചു. അതിനുശേഷം നല്ല വൃത്തിക്ക് ചെത്തി നമ്മൾക്ക് ആവശ്യമുള്ള അത്രയും വൃത്തിയാക്കി ചെത്തി ചെറുതാക്കി മുറിച്ച് ഇനി മറ്റേ നമ്മൾ അരിയുന്നത് പോലെ കുനുകുന തോരൻ വെക്കുന്നത്, സാധാരണ ഉണ്ണിപ്പിണ്ടിയൊക്കെ അരിയുന്ന പോലെ നമുക്ക് അരിഞ്ഞെടുക്കാം. അതിന് ശേഷം നമുക്കത് തോരൻ വെച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അരിയുന്ന വീഡിയോ എൻ്റെ കയ്യിൽ സ്കിപ്പായിപ്പോയി കേട്ടോ, സോറി. അപ്പോൾ നമ്മളൊരു ചട്ടി വെച്ചു. നമ്മൾ സാധാരണ തോരൻ വെക്കുന്ന പോലെ തന്നെയാണ്, വേറെ വലിയ ഇതൊന്നുമില്ല. സാധാരണ തോരൻ വെക്കുന്ന പോലെ തന്നെയാണ് നമ്മൾ ചട്ടി ചൂടാക്കാൻ വേണ്ടി വെച്ച്. ചട്ടി ചൂടായപ്പോഴത്തേനും ചൂടായ ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേനും നമ്മൾ എന്ത് ചെയ്യണം, കടുക് ഇട്ട് കൊടുക്കണം. കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നല്ല രീതിയിൽ പൊട്ടി വരുമ്പോഴത്തേക്കും നമ്മൾ അതിനകത്തോട്ട് കുറച്ച് ഉലുവയായിട്ട് ഇട്ട് കൊടുക്കുന്നത്. ഉലുവയല്ല കേട്ടോ, ഉഴുന്ന്. നമ്മൾ ദോശക്കൊക്കെ ഉപയോഗിക്കുന്ന ഉഴുന്നില്ലേ, ഉഴുന്നാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അമ്മയാണ് കേട്ടോ കുക്ക് ചെയ്യുന്നത്. കഴിഞ്ഞിട്ട് ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോഴാണ് ഇതെന്തൊക്കെയാണെന്ന് ഞാൻ കാണുന്നത്, കൊണ്ടാണ് തെറ്റ് വന്നത് കേട്ടോ, സോറി. അപ്പോൾ നമ്മൾ ഉഴുന്നിട്ട് കൊടുത്ത ശേഷം അതിനകത്തോട്ട് നമ്മുടെ നാടൻ കാന്താരി മുളക്, അത് കാന്താരി മുളക് വേണമെന്നില്ല, പച്ചമുളകാണെങ്കിലും മതി. അപ്പോൾ ഇവിടെ ഉള്ളത് കാന്താരി ആയതുകൊണ്ടും വീട്ടിൽ അങ്ങനെ പഴുത്ത മുളക് കിട്ടിയത് കൊണ്ടും കാന്താരി ഇട്ടെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നല്ല നാടൻ നമ്മുടെ വെള്ള കാന്താരി മുളക് ഇട്ടു. ഇനി ഇത് നന്നായിട്ടൊന്ന് ചുമന്ന് വരണം കേട്ടോ. അതായത് ഉഴുന്ന് നന്നായിട്ട് ചുമന്ന് കാന്താരിയായിട്ടൊന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോഴേക്കും നമ്മൾ അതിനകത്തോട്ട് കുറച്ച് വെളുത്തുള്ളി അല്ലി ഇട്ട് നന്നായിട്ട് മൂപ്പിക്കുന്നു. നമ്മൾ സാധാരണ ഇപ്പോൾ ഇതിങ്ങനെ വെക്കുന്നതേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾ സാധാരണ തോരൻ വെക്കുന്ന രീതിയിൽ വെച്ചാൽ മതി. നമ്മളിപ്പോൾ ഇങ്ങനെ വെച്ചെന്നേ ഉള്ളൂ. അതിന് ശേഷം അതൊന്ന് നമ്മൾ മൂക്കാനിടുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് ചെറുള്ളി ഞാൻ എപ്പോഴും പറയുന്ന പോലെ ചെറുള്ളി ഉള്ളതുകൊണ്ട് ഇട്ടതേ ഉള്ളൂ. സവോളയാണെങ്കിലും ഒരു കുഴപ്പമില്ല നമ്മുടെ തോരൻ കറിക്ക് കേട്ടോ. സാധാരണ ചിലരൊക്കെ എപ്പോഴും തോരൻ കറിക്കകത്ത് നമ്മുടെ സവോളയായിരിക്കും ഇടുന്നത്. അപ്പോൾ ചെറുള്ളി ഉള്ളതുകൊണ്ട് അരിഞ്ഞിട്ടതേ ഉള്ളൂ. ചെറുള്ളി നല്ല ചെറുതായിട്ട് പൊളിച്ച് കുരുവിനായിട്ട് അരിഞ്ഞ് അതും കൂടി ഇട്ട് കൊടുത്തേക്കും. അതിന് ശേഷം നമ്മളിപ്പം ഉപ്പിട്ടാലുള്ള ഗുണം അറിയാമല്ലോ, പെട്ടെന്ന് തന്നെ വാടി കിട്ടുമല്ലോ. അതുകൊണ്ട് തന്നെ ചെറുള്ളിയുടെ കൂടെ തന്നെ കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നല്ല രീതിയിൽ നമുക്കതൊന്ന് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പം ഇത് നമ്മൾ അരിഞ്ഞിട്ട് കുറച്ച് നേരം നന്നായിട്ട് അതിൻ്റെ നൂല് കളയണം കേട്ടോ. കാരണം ഇതിനകത്ത് ഈ ഉണ്ണിപ്പിണ്ടീനേക്കാളും എനിക്ക് തോന്നുന്നു കുറച്ച് നൂല് കൂടുതലുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കാമ്പിന് കട്ടിയും കൂടുതലുണ്ട്. അതുകൊണ്ട് അരിയുമ്പോഴും ആണെങ്കിലും നല്ല കട്ടിയാണ് കേട്ടോ കാമ്പിന്. അപ്പോൾ നമ്മൾ കൈയൊക്കെ മുറിയാതെ നല്ല സൂക്ഷിച്ച് കണ്ടൊക്കെ അരിയണം. പിന്നെ ഇതിനകത്തൊന്നും വെച്ച് അരിയാൻ പറ്റത്തില്ല കേട്ടോ. ഉള്ളി നല്ല രീതിയിൽ വഴറ്റിയെടുക്കണം കേട്ടോ. ഉള്ളിയുടെ ഒരു ഗോൾഡൻ ഷെയ്ഡ് ആവണം. അതിന് ശേഷം നമ്മൾ അതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് കറിവേപ്പില ഇടുന്നുണ്ട്. അപ്പം കറിവേപ്പിലയുടെയും കൂടെ ഫ്ലേവർ നല്ല രീതിയിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മളുടെ വാഴയുടെ ഇതിടുന്നത് കേട്ടോ. അപ്പം
അരിഞ്ഞു വെച്ചിരിക്കുന്ന വാഴവിത്ത് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റാണ്, എല്ലാവരും ചെയ്ത് നോക്കണം. ഞാൻ ആദ്യം വിചാരിച്ചു വാഴവിത്തല്ലേ വലിയ ടേസ്റ്റൊന്നും കാണത്തില്ല എന്നൊക്കെ വിചാരിച്ചു, പക്ഷേ കറി വെച്ച് കഴിഞ്ഞപ്പോൾ സൂപ്പർ ടേസ്റ്റായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ വാഴവിത്തും കൂടെ ഇട്ട് കൊടുത്ത ശേഷം നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല രീതിയിൽ, അതായത് നമ്മുടെ ഇത് ഈ മഞ്ഞൾപ്പൊടി പിടിക്കാൻ, ഇത് ഒരു കറയും കൂടെ ഉള്ളതുകൊണ്ട് മഞ്ഞൾപ്പൊടി പിടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇച്ചിരി കൂടുതൽ, കുറച്ച് മഞ്ഞൾപ്പൊടി കൂടുതൽ ആഡ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല, നല്ലതല്ലേ, അകത്ത് പോകുന്നത് നല്ലതാണല്ലോ മഞ്ഞൾപ്പൊടിയല്ലേ. അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഒരു വേവ് വേണം കേട്ടോ, കുറച്ച് വേവ്. ഇപ്പം നമ്മൾ വെള്ളം ഒഴിക്കുന്നില്ല, വെള്ളം ഒഴിച്ച് വേണമെങ്കിലും വേവിക്കാം, വേണമെങ്കിൽ ഒന്ന് കുക്കറിലിട്ട് വേവിച്ചിട്ടും വെക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇച്ചിരി സിമ്മിലിട്ടിട്ട് അതിൽ ആവിയിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഏത് രീതിയിൽ നമുക്ക് വേവിക്കാം. അപ്പം നല്ല രീതിയിൽ നമ്മളൊരു 10-20 മിനിറ്റ് ശേഷം വേവിച്ച ശേഷം അതിന് മണ്ടയിലോട്ട് കുറച്ച് തേങ്ങ ചിരണ്ടിയത് ഇട്ട് കൊടുക്കുകയാണ്. അതിന് ശേഷം നമ്മൾ ഇളക്കിയ ശേഷം നല്ല രീതിയിൽ ഇളക്കിയ ശേഷം തട്ടിപ്പൊത്തി വെക്കുന്നു. അതിന് ശേഷം ഒരു 10 മിനിറ്റൊന്നും വേണ്ട, ഒരു 5-6 മിനിറ്റിന് ശേഷം നമ്മൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അടിപൊളി തോരനാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഞാൻ ആദ്യം വലിയ ബിൽഡപ്പ് ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, ഞാൻ ഇനി വീഡിയോ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു ചെയ്തോ, ഇത് നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. വേണമെങ്കിൽ നമുക്കിത് വൻപയറിൻ്റെ കൂടെ വെക്കാം, ചെറുപയറിൻ്റെ കൂടെ വെക്കാം, കടലയുടെ കൂടെ വെക്കാം, ഏതിൻ്റെ കൂടെ വേണമെങ്കിലും മിക്സ്ഡ് ആക്കിയും വെക്കാം, നല്ല ടേസ്റ്റാണ് കേട്ടോ. ചേനയുടെ കൂടെ വെക്കാം, എല്ലാം സൂപ്പറാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.